ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമല്ല മരണം. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മൗനം മരണവേദനയെക്കാളും വീര്യം കൂടിയതാണ്. പറയാൻ കാരണം, ചില ആളുകൾ നമ്മുടെ കയ്യിലുള്ളതിന്റെ മഹത്വം എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ മറ്റൊരുവന്റെ കയ്യിലുള്ളതിന്റെ മഹത്വം പാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും മനസ്സിലായില്ലല്ലേ? മിക്ക ഭർത്താക്കന്മാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, മറ്റുള്ള സ്ത്രീകളെ കൊണ്ട് സ്വന്തം ഭാര്യയെ കമ്പാരിസൺ ചെയ്യും, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് സംസാരിക്കും. അവൾ എന്താണെന്നോ അല്ലെങ്കിൽ അവളിലെ ക്വാളിറ്റി എന്താണെന്നോ ഒന്ന് തുറന്ന് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റ് പോലും. അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾക്ക് മാത്രം സമീപിക്കുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവളോടൊന്ന് 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എങ്കിലും എന്തെങ്കിലും വിഷയം വരുമ്പോൾ ആദ്യം പറയുന്നതായിരിക്കും, നീ അവന്റെ ഭാര്യയെ കണ്ടോ, അവൾ ഇങ്ങനെയാണ്, നീ ഇവന്റെ ഭാര്യയെ കണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭാര്യ എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുന്നവരിൽ 90% ആളുകൾ. നീ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നിന്റെ ഭാര്യ നിന്നോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, വീട്ടിന്റെ അകത്ത് വെച്ചല്ല, പുറത്തൊരു മണിക്കൂറൊക്കെ അവളുമായിട്ട് സമയം ചിലവഴിക്കുക. എന്നിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കുക, എന്താണ് നിന്റെ ആവശ്യം, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുക. നീ അവളെക്കുറിച്ച് എഴുതി വെച്ച പരാതികളെ പോലെ അവളും എഴുതി വെച്ചിട്ടുണ്ടാവും നിന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ. അല്ലാതെ മറ്റുള്ളവന്റെ ഭാര്യയുടെ ക്വാളിറ്റികളെ നിന്റെ ഭാര്യയ്ക്ക് മുന്നിൽ വിളമ്പിയത് കൊണ്ട് ഒരിക്കലും നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോണില്ല. മലൈ കാറ്റ് വന്ന് തമിഴ് പേസുതേ, മഴை ചാരൽ